പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനം ഒരാൾ ശബ്ദമുയർത്തി വായിക്കാം. ആമേൻ സ്തോത്രം. ലോകം, മോഹം, പ്രലോഭനങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് അടിമത്തത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയ തട്ടിൽ നിന്ന് തകർന്നു പോകുവാൻ ഇടയായിത്തീരുന്ന ഒരു സന്ദേശം അല്പസമയം നമുക്ക് ശ്രദ്ധിക്കാം. ബാക്കി ഒരാൾ വായിച്ചാട്ടെ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു മതി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. വായിച്ച വാക്യത്തിന് മുമ്പാകെ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ കരം വെളിപ്പെടണമേ, ശക്തമായിട്ട് ഇടപെടണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്യം നമ്മൾക്ക് അറിയാത്തവരല്ല. ആമേൻ സ്തോത്രം. നമുക്ക് നല്ല പരിചയമുള്ള ഒരു വാക്യമാണ്. അവിടെ ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്ത്രീയോട് ആമേൻ സ്തോത്രം. സ്ത്രീക്ക് എങ്ങനെ മനസ്സിലായത് ആമേൻ നല്ലതാണെന്നും ആമേൻ സ്തോത്രം തിന്മാൻ കാമ്യമാണെന്നും ഇത് അനുഗ്രഹിക്കപ്പെട്ടതാണെന്നും അവൾക്ക് എങ്ങനെ മനസ്സിലായി? ആമേൻ സ്തോത്രം. ആമേൻ. നമ്മളായിരിക്കുന്ന ഈ ലോകം നമുക്ക് അനുകൂലമല്ല. ആമേൻ സ്തോത്രം. തിരുവചനം അങ്ങനെ പറയുന്നുണ്ട്, ഈ ലോകം നമുക്ക് അനുകൂലമല്ല. ആമേൻ സ്തോത്രം. തകർക്കുവാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക മുഖം ഈ ലോകത്തുണ്ട്. ആമേൻ സ്തോത്രം. അവന് നോട്ടം ദൈവമക്കളെയാ. ആമേൻ സ്തോത്രം. ദൈവവചനത്തിൽ നിൽക്കുന്ന ഒരുവനുണ്ടോ, ഒരുവളുണ്ടോ, അവരെയാണ് അവന് നോട്ടം. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ കൽപ്പന അങ്ങനെയല്ല. ആമേൻ സ്തോത്രം. 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത് വാക്യത്തിൽ പറയും, നിങ്ങൾ അത് കഴിക്കരുത്, നിങ്ങൾ അത് എടുക്കരുത് എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് ആമേൻ സ്തോത്രം. അതിൻ്റെ 2:16 വായിച്ചാട്ടെ. 2:16. ആമേൻ സ്തോത്രം. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇതാണ് ദൈവത്തിന്റെ കൽപ്പന. എന്നാൽ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഉപായ രൂപേണ ലോകത്തിന്റെ ചില സ്പോൺസറുകൾ അവളുടെ അടുത്തേക്ക് വരികയാണ്. ചില പ്രലോഭനങ്ങൾ അവിടെ കടന്നു വരുന്ന അനുഭവങ്ങൾ കാണുന്നുണ്ട്. ആമേൻ സ്തോത്രം. പാമ്പ് കൗശലമേറിയതായിരുന്നു. അവളോട് പറയുന്നത്, ആമേൻ സ്തോത്രം, ഇത് നീ പറിച്ചു തിന്നുകൊള്ളുക. ഇന്ന് നമ്മുടേതായ ആമേൻ സ്തോത്രം ഈ ആത്മീയ തലങ്ങളിൽ തെറ്റിപ്പോകുന്ന ചില അനുഭവങ്ങൾ ആമേൻ സ്തോത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനഃപൂർവമായിട്ട് അതിലേക്ക് വഴുതിപ്പോകുന്ന ചില സ്പോൺസറുകൾ, ചില പ്രലോഭനങ്ങൾ കടന്നു വരും. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളോട് ഇടപെടുവാൻ തക്കവണ്ണം ആമേൻ സ്തോത്രം പിശാച് പല അനുഭവങ്ങൾ അവിടെ അഴിച്ചുവിടും. തിരുവചനത്തിൽ കാണുന്നത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ആമേൻ സ്തോത്രം. ആമേൻ. അങ്ങനെ ഒരു വചനം കിടക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ മുമ്പാകെ ഒരുവൻ നന്നായിട്ട് പോകുന്നത് പിശാചിന് ഇഷ്ടമല്ല. ആമേൻ സ്തോത്രം. അവൻ തന്ത്രങ്ങളെ അഴിച്ചുവിട്ട് അവന്റെ ആ ദൈവിക തേജസ് നഷ്ടപ്പെടുവാൻ തക്കവണ്ണം അവൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ നീ നിൽക്കുന്ന സ്റ്റാൻഡിങ്ങിൽ നീ നിന്നുകൊള്ളണം. ദൈവിക വചനത്തിൽ നീ ഉറച്ചുകൊള്ളണം. പതറിപ്പോകുവാൻ ഇടയാകരുത്. ദൈവത്തിന്റെ കൽപ്പന നിൽക്കുമ്പോൾ 16-ാമത്തെ വാക്യം പറയുന്നു, ആമേൻ സ്തോത്രം, അത് നീ കഴിക്കരുത്. അവിടെ ഒരു എക്സ്ക്യൂസും ഇല്ല. ആമേൻ സ്തോത്രം. അവിടെ പറയുകയാണ്, മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മ അനുഭവിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന ആ വൃക്ഷത്തിന്റെ ഫലം നീ എന്ത് ചെയ്യരുത്, തിന്നരുത്. ഇതാണ് ദൈവത്തിന്റെ കൽപ്പന. ആമേൻ സ്തോത്രം. പിന്നെ എങ്ങനെ ഈ സ്ത്രീക്ക് ഇത് നല്ലതാണെന്നും കഴിക്കാൻ കാമ്യമാണെന്നും എങ്ങനെ ഇടപെടുവാനിടയായി തീർന്നു? ആമേൻ സ്തോത്രം. അതുവരെ ഇല്ലാത്തൊരു ചിന്ത അവളെ ഭരിച്ചു. ആമേൻ സ്തോത്രം. ദൈവമക്കളുടെ അടുക്കലേക്ക് ഇന്ന് ആമേൻ സ്തോത്രം ഈ കാലഘട്ടത്തിൽ
പലതും ആമേൻ ആമേൻ പ്രലോഭനങ്ങളിൽ അകപ്പെടുത്തി നശിപ്പിക്കുന്ന ഒരു പിശാചുണ്ടെന്ന് നാം വളരെ തിരിച്ചറിയണം. ആമേൻ സ്തോത്രം. ആമേൻ സഭാപ്രസംഗിയായിരിക്കുന്ന ആമേൻ സ്തോത്രം സോളമൻ പറയുന്നത്, ആമേൻ സ്തോത്രം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതെല്ലാം ഞാൻ അനുഭവിച്ചു. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതൊന്നും ഞാൻ വേണ്ടെന്ന് വെച്ചില്ലെന്നാണ് താൻ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ അവസാനത്തിൽ താൻ കുറിക്കുന്നത് സകലതും മായയാണ്. ആമേൻ സ്തോത്രം. ഇതിലെല്ലാം താൻ ആമേൻ 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 അനുഭവിച്ച ഒരു വ്യക്തി. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഇതൊന്നും മനുഷ്യന് നന്മ വരുത്തുന്നില്ല, മറിച്ച് അവനെ തകർത്തു കളയുമെന്ന് താൻ അടിക്കുറിപ്പോടെ എഴുതി വെക്കുക. ആമേൻ സ്തോത്രം. കാരണം താൻ ജ്ഞാനിയുള്ള ഒരു രാജാവാണ്. നമുക്കറിയാം ആമേൻ സ്തോത്രം, തന്നെ ആമേൻ സ്തോത്രം ജ്ഞാനത്തോട് അടുത്തു വരുവാൻ ഒരുത്തന് സാധിക്കത്തില്ല. പക്ഷേ യേശുവിൻ്റെ വംശാവലിയിൽ സോളമൻ്റെ പേര് കയറിയില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നാം വളരെ ശ്രദ്ധിക്കണം. ആമേൻ സ്തോത്രം. പിശാചിന്റെ തന്ത്രങ്ങൾ നാം അറിയണം. ആമേൻ സ്തോത്രം. ആമേൻ കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തിരുവചനം ഒന്ന് വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് കർത്താവിൻ്റെ ആമേൻ സ്തോത്രം ഭൃത്യന് ആത്മഭാരം വന്നിട്ട് താൻ എഴുതുകയാണ്. ആമേൻ സ്തോത്രം. ഇതുപോലെ ചതി പലരുടെ അടുക്കിലേക്കും കടന്നു വരുവാൻ ചാൻസ് ഉണ്ട്. ആമേൻ സ്തോത്രം. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, ആമേൻ സ്തോത്രം ദൈവജനമേ, ആമേൻ സ്തോത്രം, ആമേൻ പല ഉപായങ്ങളുമാണ് ഇന്ന് ദൈവമക്കൾ പലതിലേക്കും വഴുതിപ്പോകുന്നത്. ആമേൻ സ്തോത്രം. നമ്മുടെ യൗവനക്കാരൊക്കെ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ കടന്നു പോകുവാൻ കാരണം എന്താ? ആമേൻ സ്തോത്രം. എന്നാൽ ഭവനത്തിൽ അവരുടെ ആമേൻ സ്തോത്രം അപ്പനും അമ്മയും ആമേൻ സ്തോത്രം അവരെയൊക്കെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുക്കുവാൻ താല്പര്യപ്പെടുന്ന കുടുംബങ്ങൾ ആമേൻ സ്തോത്രം വീണ്ടും അവർക്കിഷ്ടപ്പെട്ട നിലവാരത്തിൽ തിരഞ്ഞെടുത്തുകൊണ്ട് അവർ കടന്നു പോവുകയാണ്. വളരെ ശ്രദ്ധിക്കണം. ആമേൻ സ്തോത്രം. പിശാച് ആമേൻ ഉപായത്താൽ പലതിനെയും തകർക്കും. ആമേൻ സ്തോത്രം. ഇത് നാം തെളിവോടുകൂടെ കിടക്കുന്ന വചനത്തിൽ നാം ഒന്ന് ശ്രദ്ധ ചെലുത്തിക്കൊള്ളണം, നമ്മുടെ ഹൃദയം വെച്ചുകൊള്ളണം. ആമേൻ സ്തോത്രം. ലോകത്തിന്റെ ഇമ്പങ്ങളും പ്രോത്സാഹനങ്ങളും ആമേൻ സ്തോത്രം അതിന്റെ പ്രലോഭനങ്ങളും കടന്നു വരുമ്പോൾ ആമേൻ സ്തോത്രം അതിൽ വഴുതി പോകാതെ വണ്ണം നീ നിന്നെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. സ്പോൺസർ പലതും നമ്മുടെ മുമ്പാകെ കടന്നു വരും. പക്ഷെ വചനത്തിൽ ഉറച്ചു കൊള്ളണം നീ. ആമേൻ സ്തോത്രം. അവൻ തകർക്കുന്നവനാ. ആമേൻ സ്തോത്രം. ഒരുവൻ ആമേൻ നേരാവണ്ണം ദൈവസന്നിധിയിൽ നിൽക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. അവിടെ പറയുന്നത് ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളും അകപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കർത്താവിൻ്റെ ദാസന് വളരെ ഭാരമാണ്. ആമേൻ സ്തോത്രം. ഈ സഭ നയിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഭാരം. ആമേൻ സ്തോത്രം. സഭയിലുള്ള ആമേൻ ആടുകൾ തകർന്നു പോകുവാൻ ആഗ്രഹിക്കാത്തവരാ ആ ഇടയന്മാർ. ആമേൻ സ്തോത്രം. അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആടുകൾ എന്നും സന്തോഷത്തോടെ മേച്ചിലൊക്കെ കണ്ട് ആമേൻ നടക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. അതിലൊരെണ്ണം വഴുതിപ്പോയാൽ അവർക്ക് എന്ത് ഭാരമുണ്ടാകും? ആ ഒരു ഭാരം പൗലോസ് അപ്പോസ്തലൻ ഭരിച്ചിരുന്നു. ആ വാക്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. ആമേൻ സ്തോത്രം. ആമേൻ നിങ്ങളെയും തകർക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം ഭയപ്പെട്ടു ആമേൻ സ്തോത്രം എന്ന് പറയുന്നത് ആമേൻ ആ ഒരു എൻഡിലേക്ക് എത്തുന്ന അനുഭവങ്ങൾക്കാണ് ആ മൂല്യം കൊടുക്കുന്നത്. പലതും കണ്ട് ആമേൻ സ്തോത്രം വഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാമുമായിരിക്കുന്നത്. ആമേൻ സ്തോത്രം. തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോരുന്ന കാലഘട്ടം. ആമേൻ സ്തോത്രം. ആമേൻ. അമ്മയപ്പന്മാർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? ആമേൻ സ്തോത്രം. ആമേൻ. നിങ്ങൾ ജാതികളോട് ആമേൻ സ്തോത്രം അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, ഇണയില്ല പിണ ചേരരുത്.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവഹിതമില്ലാത്ത ആ പ്രവൃത്തികളിലേക്ക് നിങ്ങൾ കടന്നു പോകരുത്. സ്തോത്രം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ ചേരരുത്. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ആ വാക്യം കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം സ്തോത്രം, വളരെ സന്തോഷത്തോടുകൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തിലേക്ക് അനർത്ഥം കടന്നു വരുവാൻ സ്തോത്രം, പ്രലോഭനങ്ങളിൽ കുടുക്കി തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന പിശാചിന്റെ കൈപ്പിടിയിൽ മുറുകിപ്പോകുമ്പോൾ സ്തോത്രം, പ്രാർത്ഥിക്കുന്ന ദൈവജനമുണ്ടോ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. പ്രാർത്ഥന കുറവുണ്ടോ നീ അതിൽ അകപ്പെട്ടു പോകും. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒരാളെ ശബ്ദമൂർത്തി വായിച്ചോട്ടെ. അവിടെ പറയുന്നു, അവിശ്വാസികളോട് ഇണയില്ല പിണ ചേരരുത് എന്നാണ് ആ വാക്യം പറയുന്നത്. സ്തോത്രം. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. വിശ്വാസ സമൂഹത്തില് സ്തോത്രം, ആമേൻ അടിയുറച്ചു നിൽക്കുന്ന ദൈവജനത്തിന്റെ കുടുംബത്തെ അനർത്ഥത്തിന് കാരണമായി തീരുന്നൊരു മെയിൻ കാരണമാണ് സ്തോത്രം, തലമുറകളെ തെറ്റിപ്പോക്ക്. സ്തോത്രം. പ്രലോഭനങ്ങൾ കടന്നു വരും. സ്തോത്രം. ഇത് നീ കഴിച്ചോ, നിനക്കൊന്നും സംഭവിക്കത്തില്ല, നിന്റെ കണ്ണ് തുറയും, നിനക്ക് ജ്ഞാനം വരും. സ്തോത്രം. ഇത് ദൈവം പറഞ്ഞതല്ല. സ്തോത്രം. നമ്മളോട് പലതും പുറത്തുനിന്ന് പറഞ്ഞെന്നിരിക്കാം. സ്തോത്രം. ഇരട്ടിപ്പിനൊക്കെ പൈസ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇരട്ടിച്ചു വരവ് അല്ലേ? സ്തോത്രം. കർത്താവ് പറഞ്ഞിട്ടില്ല ഇരട്ടി കിട്ടുമെന്ന്. സ്തോത്രം. അധ്വാനിച്ചുണ്ടാക്കിയ ആ നന്മ കൊണ്ട് ഭക്ഷിച്ച് സുഖം പ്രാപിക്കുന്നതിലപ്പുറം മറ്റൊരു നന്മയില്ലെന്ന് സഭാപ്രസംഗം വിളിച്ചു പറയുക. സ്തോത്രം. നമ്മുടെ വിയർപ്പ് കളഞ്ഞു അധ്വാനിച്ച് അതിൽ നിന്ന് നന്മ കൊണ്ട് ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നത് പോലെ സുഖം സ്തോത്രം ഇന്ന് ഇരട്ടിപ്പിന് കൊടുക്കുകയാണ്. സ്തോത്രം. എവിടെയെങ്കിലും ഓഫർ നമുക്ക് ലഭിച്ചാൽ 1,00,000 കൊടുത്താൽ 2 കിട്ടുമെന്ന് പറഞ്ഞ് ഉടനെ കൊടുക്കുവാൻ ആളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവജനമേ, പ്രോത്സാഹനം നമ്മുടെ അടുത്ത് പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ അതിൽ വീണുപോകുന്ന ദൈവജനം അങ്ങനെയുണ്ട്. പലരും കൊടുത്തു പോയിട്ടുണ്ട്, പലരുടെയും അറിവുകളുള്ളതുകൊണ്ട്. സ്തോത്രം. അത് ഉപദേശകന്മാര് കൊടുത്ത ചരിത്രം കിടക്കുകയാണ്. സ്തോത്രം. ലക്ഷക്കണക്കിന് രൂപകൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. പ്രലോഭനങ്ങളിൽ തകർന്നു പോകരുത്. സ്തോത്രം. നീ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കണം. എന്താണോ പറഞ്ഞിരിക്കുന്ന അത് നീ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ സഞ്ചരിക്കരുത്. സ്തോത്രം. കാരണം ഒരു ഉപായ അനുഭവങ്ങൾ നമ്മുടെ പിന്നാമ്പുറത്ത് കിടക്കുന്നുണ്ട്. സ്തോത്രം. നീ അവിശ്വാസിയോട് ഇണയില്ല പിണ ചേരരുതെന്ന് ദൈവവചനം പറയുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയം ഏകാഗ്രമായിരിക്കണം. സ്തോത്രം. കാരണം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ഈ ഒരു കൃപയിൽ നിന്ന് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം, ഇടയന്മാർക്കൊന്നും ഭാരമില്ല എന്ന് തന്നെ പറയാം. സ്തോത്രം. ഭാരക്കുറവ് സ്തോത്രം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അത്രത്തോളമൊന്നും ഇന്നില്ല. സ്തോത്രം. കാരണം അവർക്കൊക്കെയും സ്തോത്രം ഏതെങ്കിലും ഒരു മേഖല സ്തോത്രം ഒരു 3 വർഷം കഴിയുമ്പോഴൊക്കെ മാറ്റം വരും. സ്തോത്രം. അത് കഴിഞ്ഞവർ അടുത്തൊരു സ്തോത്രം സ്ഥലത്തേക്ക് മാറ്റം വരികയാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് സ്തോത്രം പോയ ആ സഭയിലേക്ക് വീണ്ടും വരും. ഒന്നുകൂടി അവിടെ കടന്നു ചെന്ന് അവിടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തും. സ്തോത്രം. എങ്ങനെയാണിപ്പോൾ പോകുന്നത് സ്തോത്രം എന്നൊരു അനുഭവം തന്നെ അലട്ടിക്കൊണ്ടിരുന്നതായിട്ട് തിരുവചനം വിളിച്ചു പറയുകയാണ്. സ്തോത്രം. താൻ വലിയ കഷ്ടത്തിലൊക്കെ ആയിപ്പോയിട്ടും സഭയെ കുറിച്ചുള്ള ആ ചിന്താഭാരവും ഉണ്ടെന്ന് അവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. കഷ്ടങ്ങൾ ഒരുപാട് താൻ സഹിക്കുകയാണ്. സ്തോത്രം. ഒരുപാട് അടികൊള്ളുന്നു. സ്തോത്രം. വെള്ളത്തിൽ കഴിക്കുന്നു. സ്തോത്രം. പട്ടിണി കിടക്കുന്നു. സ്തോത്രം. നഗ്നമായിട്ട് കിടക്കുന്നു. സ്തോത്രം. പല പല കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോഴും താൻ പറയുന്നു എല്ലാ സഭകളെയും കുറിച്ചുള്ള ഒരു ഭാരം എന്നെ അലട്ടുന്നുണ്ട്.
ആമേൻ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്ന ദൈവജനമേ, കുടുംബത്തെ നല്ലവണ്ണം ആമേൻ നിർത്തിക്കൊള്ളണം. ആമേൻ സ്തോത്രം. തെറ്റിപ്പോകുന്നൊരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. പല ആമേൻ സ്തോത്രം ചതിക്കുന്നൊരു പിശാച് ആമേൻ സ്തോത്രം ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമ്മെ തകർക്കുവാൻ നോക്കുന്ന ആമേൻ പിശാച് അവൻ പല വിധത്തിലും കടന്നു വരും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അവന്റെ പ്രലോഭനങ്ങളിൽ നാം അകപ്പെട്ടാൽ നിശ്ചയമായിട്ടും തകരപ്പെട്ടു പോകും. ആമേൻ സ്തോത്രം. അവരുടേതായ ആ തേജസ്സിന്റെ വസ്ത്രം ആദ്യം നഷ്ടപ്പെട്ടു. പറഞ്ഞ കൽപ്പനയിൽ നിന്ന് അവർ വ്യതിചലിച്ചപ്പോൾ ആമേൻ സ്തോത്രം ഹവ്വായുടെ ആമേൻ സ്തോത്രം ആ പാമ്പിന്റെ കൗശലമേറിയ സംസാരത്തിൽ അവൾ വശീകരിച്ചപ്പെട്ടപ്പോൾ അവളെ ആമേൻ നയിച്ചിരുന്ന, അല്ലെങ്കിൽ അവളെ ഉടിപ്പിച്ചിരുന്ന ആമേൻ ആദാമിനെയും ഹവ്വായെയും ആമേൻ ഉടിപ്പിച്ചിരുന്ന തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. കൃപയിൽ നിന്ന് അവർ തെറ്റിപ്പോയി. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. ആമേൻ സ്തോത്രം ലോകം തരുന്ന പ്രലോഭനങ്ങൾ ആമേൻ സ്തോത്രം തട്ടിക്കളഞ്ഞേക്കണം. ആമേൻ സ്തോത്രം ലോകവും അതിൻ്റെ ഇമ്പങ്ങളും നമ്മോട് ശത്രുത്വമാണ്. ആമേൻ സ്തോത്രം. ദൈവമക്കൾക്ക് അത് ശത്രുത്വമായിട്ട് വെളിപ്പെടും. ആമേൻ എന്ന് ആമേൻ സ്തോത്രം ആമേൻ തിരുവചനം വിളിച്ചു പറയുന്നത്. ആമേൻ 1 യോഹന്നാന്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിൽ പറയുന്നു, ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത്. ആമേൻ സ്തോത്രം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ആമേൻ സ്തോത്രം എന്ന് പറയുന്ന അനുഭവങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. ദൈവജനമേ, നമ്മുടെ മുമ്പാകെ കടന്നു വരുന്ന ലോകപരമായിട്ടുള്ള ഒന്നും നീ അകപ്പെട്ടു പോകരുത്. ദൈവം തന്നത് ആമേൻ സ്തോത്രം സന്തോഷത്തോടെ അനുഭവിച്ച നീ മുന്നോറിക്കൊള്ളണം. ആമേൻ അടുത്തവനെ നോക്കി നീ ഭാരപ്പെടുകയും ചെയ്യരുത്. ആമേൻ സ്തോത്രം. കാരണം അങ്ങനെ ഭാരപ്പെട്ടു പോയി ഒരുപാട് അനുഭവങ്ങൾ തിരുവചനം പറയുന്നുണ്ട്. ആമേൻ സ്തോത്രം. ലോകത്തെ നോക്കിക്കൊണ്ട് നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ആ ഭാരപ്പെട്ട അനുഭവങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം നീ അതിനെ നോക്കരുത്. അത് നിന്നെ ചതിക്കും. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചിരിക്കട്ടെ. ആമേൻ സ്തോത്രം. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ ലേഖനം. ഹല്ലേലൂയ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൽ നിന്നുള്ളത് പിതാവിൽ നിന്നുള്ളതല്ല. ആമേൻ സ്തോത്രം. ഓഫറുകൾ പലതും വരും. ദൈവമക്കൾ സൂക്ഷിക്കട്ടെ. ഇത് അന്ത്യകാലഘട്ടം. ആമേൻ സ്തോത്രം. ചതിക്കുന്നൊരുത്തനുണ്ട്. ആമേൻ സ്തോത്രം. ദൈവവചനത്തിൽ പറയുന്നത് ആമേൻ സാത്താന്റെ തന്ത്രങ്ങൾ നാം ഇത് പലപ്പോഴും സംഭവിച്ചതിന് ശേഷമാണ് നാം അറിയുന്നത് തന്നെ. ഹല്ലേലൂയ. നമ്മൾ ഈ വചനം എപ്പോഴും പറയും, സാത്താന്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലല്ലോ. ആമേൻ സ്തോത്രം എന്ന് നാം പറയുമ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചതിന് ശേഷമായിരിക്കും ആമേൻ സ്തോത്രം നാം ചിന്തിക്കുന്നത് ഇത് പിശാചിന്റെ തന്ത്രമായിരുന്നു. ആമേൻ സ്തോത്രം. ഒരുവൻ ഭവനത്തിൽ വളരെ സൗമ്യനായിട്ടിരിക്കുകയായിരിക്കും. ആമേൻ സ്തോത്രം. അപ്പോഴാണ് ക്ഷോഭം വരത്തക്കവണ്ണം ചില പ്രവൃത്തികൾ അവിടെ വെളിപ്പെടുന്നത്. അപ്പോൾ ഒരു വട്ടം പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു, മൂന്നാമത് ശബ്ദം അല്പം പൊങ്ങി. ആമേൻ സ്തോത്രം. ഒരു വലിയൊരു ഭൂകമ്പം നടന്നതിന് ശേഷം ഒരു ശാന്തത വരും. നേരം ചിന്തിക്കും, ഇതെന്തിനു വേണ്ടിയായിരുന്നു? അവൻ്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഭവനത്തിൻ്റെ ഉള്ളറയിൽ കലഹമിട്ട് പോരാടുന്ന ചില വ്യാപാരങ്ങളുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ഇടപെടുകയാണ്. ആമേ കുടുംബത്തിന്റെ ഉള്ളറയിൽ കലഹങ്ങളിട്ട്, ആമേ സംസാരത്തിന്റെ ഇടർച്ചകളിട്ട് പോരാടുന്ന പൈശാചിക നുകത്തി ഇന്ന് രാത്രിയിൽ വെട്ടിമാറ്റുകയാണ്. ചില കുടുംബങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന പൈശാചിക നുകശക്തി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ആമേ ചിലതിന്റെ ആമേ സ്തോത്രം മേൽ ഇവൻ ആധിപത്യം പുലർത്തുവാൻ തക്കവണ്ണം ആമേൻ അവൻ കടന്നു വരുമ്പോൾ അവന് ചില സോഴ്സുകൾ കാണുന്നുവെങ്കിൽ അവൻ കടക്കും അകത്തേക്ക്. ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിലല്ലേ കടക്കാൻ പറ്റത്തുള്ളൂ.
ആമേൻ സ്തോത്രം. ദൈവവചനം ആമേൻ അങ്ങനെ വിളിച്ചു പറയുന്നു. ആമേൻ സ്തോത്രം. ആമേൻ ആമേൻ. അവന് കടക്കുവാൻ തക്കവണ്ണം ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ആമേൻ സ്തോത്രം കാണുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് അതിൽ കടക്കും, അവൻ അതിൽ പ്രവർത്തിക്കും. ആമേൻ സ്തോത്രം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ സാധാരണ ഒരു സിമ്പിളായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ചിന്തയിൽ തന്നൊരു കാര്യമാണ് പറയുന്നത്. കുടുംബത്തിലുള്ള ഇടർച്ചകൾ ആമേൻ സ്തോത്രം എന്തിനായിരുന്നു പരസ്പരം വീണ്ടും ചിന്തിക്കും. ഇതെന്തിനായിരുന്നു? കാര്യമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ഇടർച്ച വരുത്തുവാൻ ശ്രമിക്കുന്നൊരു പൈശാചിക ശക്തിയുണ്ട്. ദൈവജനം വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആമേൻ. നമ്മളിപ്പോൾ സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് പറയുന്നു. ഈ തന്ത്രം അവൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഫലം കണ്ടതിന് ശേഷമായിരിക്കും നമുക്ക് ചിന്ത വരുന്നത്, ഇതെന്തിനായിരുന്നു. ആമേൻ സ്തോത്രം. ചിലരെ അതിനായിട്ട് ഉപയോഗിക്കും. പ്രാർത്ഥന കുറഞ്ഞാൽ അതിലകപ്പെട്ടു പോകും. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? പ്രാർത്ഥിക്കട്ടെ, സമയത്തും അസമയത്തും ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ ആ ശക്തി നമ്മുടെ മേൽ വരും. നമ്മുടെ കുടുംബത്തിൽ നിലകൊള്ളും. നമ്മുടെ അതിർത്തികൾ ദൈവ സാന്നിധ്യം വെളിപ്പെടും. ഒരു ദുഷ്ടന് കടക്കാതെ വണ്ണം ദൈവം അത് അടച്ചു കളയും. നിന്റെ പ്രാർത്ഥന ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ അത് ഉയരുന്നുവെങ്കിൽ ഒരു ദുഷ്ടനുഖവും അതിൽ കടക്കത്തില്ല. അവൻ അവിടെ പ്രവേശിക്കുവാൻ ഗ്യാപ്പ് ഉണ്ടാകത്തില്ല. എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വേണ്ടേ? ആമേൻ സ്തോത്രം. ആമേൻ ആമേൻ. പിശാച് ആമേൻ പലപ്പോഴും ആമേൻ ഈ പിശാചൊക്കെ ഒഴിയുന്ന സമയത്ത് പറയും, അവൻ എന്നെ ആമേൻ സ്തോത്രം എൻ്റെ അടുക്കൽ വന്നു, അവൻ എനിക്ക് ഇത് തന്നു, അല്ലെങ്കിൽ അവൻ എന്നെ എൻ്റെ കൊണ്ടുപോകാൻ തക്കവണ്ണം അവൻ പ്രവൃത്തി വെളിപ്പെട്ടു, ഞാൻ അവൻ്റെ കൂടെ അങ്ങോട്ട് പോയി. എന്തെങ്കിലും അവന് ഒരു സോഴ്സ് ഇല്ലെങ്കിൽ കടക്കത്തില്ല. ഹല്ലേലൂയ. ചിലയിടത്തൊക്കെ പറഞ്ഞു, അവൻ എനിക്ക് നേർച്ച ഇട്ടു, ഞാനോ അവൻ്റെ കൂടെ അങ്ങോട്ട്. സ്തോത്രം. ഹല്ലേലൂയ. നാം വളരെ ശ്രദ്ധിക്കണം. ആമേൻ. പ്രലോഭനങ്ങളിൽ വീണു പോകരുത്. അവൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. കർത്താവിൻ്റെ മുമ്പാകെ വിശ്വസ്തരായിട്ട് നീ പ്രാർത്ഥിച്ചു മുന്നേറുന്നുവെങ്കിൽ ഒരു ദുഷ്ടനുഖവും നിന്നെ തൊടത്തില്ല, നിന്റെ ഭവനത്തിലേക്ക് കടക്കത്തില്ല. ഒരു ദൈവവൈതൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവിനോട് കൂടെ ഇരിക്കുന്നുവെങ്കിൽ ആമേൻ സ്തോത്രം, പിന്നെ അവിടെ മറ്റൊരുത്തന് സ്ഥാനമില്ല. സ്തുതിയും സ്തോത്രവും നമ്മുടെ അതരത്തിൽ നിന്ന് വരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെ പിശാചിന്റെ പ്രവൃത്തി വെളിപ്പെടും? നാം അതിനായിട്ട് ചെവിയും നമ്മുടെ ഹൃദയവും വെച്ചു കൊടുക്കുമ്പോഴാണ് പലപ്പോഴും ആമേൻ സ്തോത്രം ആകാത്ത ചിന്തകളും ആകാത്ത ആമേൻ സ്തോത്രം ആ വിഷയത്തെ ചൊല്ലിയുള്ള ചില ആമേൻ സ്തോത്രം രൂപരേഖകളൊക്കെ നമ്മുടെ ഉള്ളിൽ കടന്നു വന്ന് നമ്മൾ ഭാരവും പ്രയാസവും ഒക്കെ ആയി പോകും. എന്നാൽ കിട്ടുന്ന സമയത്തൊക്കെ ഈ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. ഞാൻ വിചാരിക്കുകയാണ്, പ്രാർത്ഥനയൊക്കെ കുറച്ച് കുറഞ്ഞത് കൊണ്ടായിരിക്കണം ഈ ഹവ്വായുടെ അടുത്തേക്ക് ഈ പാമ്പങ്ങട് ചെന്നത്. ആമേൻ സ്തോത്രം. പറഞ്ഞിരുന്ന കൽപ്പനയൊക്കെ താൻ മറന്നുപോയി. ആമേൻ സ്തോത്രം. ദൈവം പറഞ്ഞിരുന്നതെന്ന ആ വൃക്ഷത്തിൽ നിന്ന് കഴിക്കരുത്. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ കൽപ്പന താൻ മറന്നുപോയി. ആമേൻ സ്തോത്രം. ഇത് കൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരു റിഡക്ഷൻ കിട്ടിയാണ്. ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് നമ്മുടെ കരത്തിലിരിക്കുന്ന ഈ പുസ്തകത്തിലുള്ള വചനത്തിൽ ആമേൻ സ്തോത്രം നമുക്കത് തന്നു കഴിഞ്ഞതാണ്. നാം അത് വിട്ടുകളഞ്ഞുകൊണ്ട് ഓടുന്നുവെങ്കിൽ ആമേൻ സ്തോത്രം നാമും അതിലകപ്പെട്ടു പോകും. ദൈവസന്നിധിയിൽ ആമേൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ വായിച്ച വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വന്നാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു നിന്ന് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. സ്തോത്രം. തൻ്റെ വഴികൾ നല്ലതാണെന്ന് തനിക്ക് തോന്നി, അല്ലേ? താൻ ചെയ്തത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് താൻ ചെയ്തത്. അതുപോലെയാണെന്ന് മനുഷ്യൻ എന്ത് പ്രവർത്തിച്ചെന്നാലും എൻ്റെ ഭാഗത്ത് കുഴപ്പമില്ല, ഞാൻ ചെയ്തത് കൃത്യമാണ് എന്ന ഒരനുഭവം നമ്മൾ ഭരിക്കാറുണ്ട്. ആമേൻ സ്തോത്രം. നമ്മൾ തിരിഞ്ഞൊന്ന് നോക്കിക്കൊള്ളണം. ആമേൻ സ്തോത്രം. സദൃശവാക്യത്തിൽ പറയുന്നത് ആമേൻ മനുഷ്യന് തൻ്റെ വഴികളെല്ലാം ചൊവ്വായും വെടിപ്പായും തോന്നുന്നു എന്നാണ് കാണുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ കരം അവനൊന്ന് തൂക്കി നോക്കും. ഹല്ലേലൂയ.
അമേശ്വത്രം അവൻ്റെ ആ കരം നമ്മുടെ ഹൃദയത്തെ ഒന്ന് നോക്കും. അമേശ്വത്രം മറ്റൊരാൾക്കും ആ അനുഭവം നോക്കാൻ പറ്റത്തില്ല. അമേശ്വത്രം നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ നല്ലതായിട്ട് എപ്പോഴും തോന്നത്തുള്ളൂ. അമേശ്വത്രം ഏത് നല്ലതായിക്കൊള്ളട്ടെ മോശമായിക്കൊള്ളട്ടെ അവൻ ചെയ്തത് നന്നായിട്ട് തോന്നത്തുള്ളൂ. ഒരിക്കലും ആ ചെയ്തത് അവൾക്ക് മോശമായി തോന്നിയില്ല, അല്ലെങ്കിൽ തൊടത്തില്ലല്ലോ. ഇതുപോലുള്ള പല പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അമ്മസ്തോത്രം നാം വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ചെയ്തതിനു ശേഷമായിരിക്കും നാം അതിനെക്കുറിച്ച് അനുദപിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാറുണ്ട്. കർത്താവ് അത് കാണുന്നു. അപ്പൊ മുന്നമേ നാം അതിന് ഒന്ന് തടയിട്ടേക്കണം. അതിന് ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. കിട്ടുന്ന സമയത്ത് നീ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിക്കോ, നിന്റെ ജീവിതത്തിൽ സന്തോഷം മാറത്തില്ല. ഹല്ലേലൂയ. ആമേൻ. പരകാര്യത്തിന് നീ ചെവി കൊടുത്താൽ, ആമേൻ, ആകാത്ത സംസാരത്തിന് ചെവി കൊണ്ട് വെച്ചു കൊടുത്താൽ, ആമേൻ, കുടുംബത്തിടർച്ചകൾ കടന്നു വരുവാനിടയായിത്തീരും. മറിച്ച് നിനക്ക് ലഭിക്കുന്ന സമയത്ത് നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഒരുക്കപ്പെട്ടോ, ആമേൻ, എന്തെന്നില്ലാത്ത സന്തോഷം നിന്റെ കുടുംബത്ത് ഉടലെടുപ്പാനിടയായിത്തീരും. അത് മാറിപ്പോകത്തുമില്ല. ചെയ്യുന്നത് നന്നായിട്ട് തോന്നും, എന്നാൽ മറിച്ച് ആമേൻ സ്തോത്രം ഇത് തെറ്റായിപ്പോയെന്ന് തോന്നുന്ന ഒരനുഭവങ്ങൾ ഏറ്റവും കുറവായിരിക്കും. ഒരു അബദ്ധം പറ്റിപ്പോയി, ഒരു തെറ്റ് പറ്റിപ്പോയി. ചെന്നവനൊരു ക്ഷമ ചോദിക്കുന്ന ഒരുവനുണ്ട്, അവൻ ദൈവകൃപയുള്ളവനാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. സദൃശവാക്യം ആമേൻ സ്തോത്രം 21-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ മനുഷ്യന്റെ വഴിയൊക്കെയും എന്നാണ് അവിടെ പറയുന്നത്. മനുഷ്യന്റെ വഴി, ആമേൻ സ്തോത്രം, വഴി, മനുഷ്യന്റെ വഴി ഒക്കെയും അവന് ചൊവ്വായി തോന്നുന്നു. ചില വഴി എന്നല്ല അവിടെ കൊടുക്കുന്നത്, മനുഷ്യന്റെ വഴി ഒക്കെയും. അപ്പോൾ ദൈവഹിതമുള്ളത് ചെയ്താലും ദൈവഹിതമില്ലാത്തത് ചെയ്താലും അവനെങ്ങനെയാ തോന്നുന്നത്? നന്നായിട്ടാണ് തോന്നുന്നത്. അവനത് ഏറ്റവും നന്നായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കൈ അവൻ്റെ ഹൃദയത്തെ ഒന്ന് തൂക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മളെല്ലാവരെയും അവൻ വളരെ ശോധന കഴിക്കുന്നവൻ നമ്മുടെ കർത്താവ്. ആമേൻ സ്തോത്രം. എത്ര നന്നാണെന്ന് പറഞ്ഞാലും നല്ലതുപോലെയാണെന്ന് പറഞ്ഞാലും അവൻ നോക്കിയാൽ ഒന്നോടെ മറഞ്ഞിരിക്കത്തില്ല. ആമേൻ സ്തോത്രം. ഒരുവൻ ദൈവസന്നിധിയിൽ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറയുന്നു, ചെറുപ്പം മുതലേ ഞാൻ ആമേൻ ദൈവവചനപ്രകാരമാണ് നിൽക്കുന്നത്. അപ്പൊ യേശു അവനോട് പറയുന്നത്, ഒരു കുറവ് ഞാൻ നിനക്ക് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവജനമേ, അവൻ്റെ മുമ്പാകെ ശ്രേഷ്ഠനാകാൻ ശ്രമിക്കരുത്. ദൈവത്തിന് മുമ്പാകെ നമ്മൾ ഏറ്റവും നല്ലതാണെന്ന് അവൻ്റെ മുമ്പാകെ പറയരുത്. കാരണം അവൻ ആ ഹൃദയത്തെ തൂക്കി നോക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതിന്റെ നിരൂപണങ്ങളെ ഗ്രഹിച്ചറിയുന്നവനാണ് ദൈവം. ദൂരത്തു നിന്ന് അവൻ ഗ്രഹിക്കുമെന്ന് തിരുവചനത്തിൽ കാണുന്നത്. ആരും അവന്റെ മുമ്പാകെ ശ്രേഷ്ഠരല്ല. അവൻ ദൈവത്തിന്റെ മുമ്പാകെ താഴ്ന്നിരിക്കത്ര നമുക്ക് ഉചിതം. ആ ദൈവത്തിന്റെ മുമ്പാകെ എപ്പോഴും താഴ്ന്നിരിക്കുന്നത് നമുക്ക് ഉചിതം. കാരണം നമ്മൾ അവന്റെ മുമ്പാകെ ഒന്നുമല്ല. ആമേൻ സ്തോത്രം. എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ. ഹല്ലേലൂയ. ചെയ്യുന്നതൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കർത്താവിന് മഹത്വം കൊടുക്കത്തക്കവണ്ണം തിരിഞ്ഞു വരുവാൻ ഒരുവനുണ്ട്, അവനെയാണ് ദൈവം നോക്കുന്നത്. ആ ധൂർത്തപുത്രനെ എപ്പോഴും നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്യ. ആമേൻ സ്തോത്രം. അവൻ അവിടെ വെച്ചൊരു ഓർമ്മ അവന് വെളിപ്പെട്ടു. എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് അവൻ മടങ്ങിപ്പോവും. ഹല്ലേലൂയ. അവൻ സ്തോത്രം. അവനെ ആ ചിന്ത അവന് ഭരിച്ചത് ദൈവത്തിൻ്റെ കൃപ അവൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. അവൻ സ്തോത്രം. ഇതുപോലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും കാണുവാൻ ആഗ്രഹിക്കുക. ഒരു മടങ്ങി വരവ്. അമ്മ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് ഞാനൊന്ന് മടങ്ങി ചെല്ലും. അമ്മ സ്തോത്രം എന്ന് ചിന്ത നമ്മളെ ഭരിക്കുന്നുവെങ്കിൽ അവന് ദൈവം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. താൻ പറയുന്നത്, ഒരുപാട് ജോലിക്കാരവിടെ അപ്പൻ്റെ ഭവനത്തിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. തനിക്ക് ഇപ്പോൾ പന്നി കഴിക്കുന്ന സംഭവം പോലും കിട്ടുന്നില്ല. വാളവര തിന്നുവാൻ ആഗ്രഹിച്ചെന്നാണ് അവിടെ പറയുന്നത്. അതും ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാം.
ദൈവജനമേ, ആമേ സ്തോത്രം, താൻ കടന്നു വന്നപ്പോൾ അപ്പൻ അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് മുമ്പായിരിക്കുന്ന ദൈവജനമേ, ആമേ സ്തോത്രം, അവന്റെ മുമ്പാകെ നീ വിശ്വസ്തനായിട്ടിരിക്കട്ടെ. ഹല്ലേലൂയ. അവന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യട്ടെ. ആമേ സ്തോത്രം, ദുഷ്ടന്റെ പ്രലോഭനങ്ങളിൽ കുടുങ്ങിപ്പോകാതെ വണ്ണം നീ ദൈവവചനത്തിൽ ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. ആ കുടുംബങ്ങളെ അവൻ കാണുകയാണ്. ആ കുടുംബത്തെ ഉദ്ധരിക്കുവാൻ അവന് പദ്ധതിയുണ്ട്. അവനെ ഉയർത്തുവാൻ നിന്റെ നാവ് ഒരുക്കപ്പെടുന്നുവെങ്കിൽ നിന്നെ അവൻ ഉയർത്തുവാൻ അവൻ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. നുറുങ്ങിയ ഹൃദയമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവനെ അവൻ കരങ്ങളിൽ വഹിക്കും. യേശു തകർത്ത് കളയുന്നവനല്ല, അവൻ എപ്പോഴും നമ്മളെ സൂക്ഷിക്കുകയും വിടുതലോടെ നടത്തുകയും ചെയ്യുന്നവനാ. നമ്മുടെ ഹൃദയം ഭാരപ്പെട്ടിരിക്കുമ്പോഴും എന്തെന്നില്ലാത്തൊരാശ്വാസം അവൻ പകർന്നു തരുന്ന ദൈവമാ. അവൻ ഒരിക്കലും നമ്മളെ സ്തോത്രം തകർക്കുന്നവനല്ല. ദൈവവചനത്തിൽ അങ്ങനെയാ കാണുന്നത്. ആ ധൂർത്തപുത്രനായ മകൻ ദൂരത്ത് നിന്ന് കടന്നു വന്നപ്പോൾ എന്റെ വസ്തുവകയും വിറ്റ് അവൻ നശിപ്പിച്ചവനെന്ന് ഈ കുടുംബത്ത് കയറ്റത്തില്ലെന്ന് നമ്മൾ ഓരോരുത്തരും പറയുവാൻ ഒരുക്കപ്പെടുമ്പോൾ നമ്മുടെ അപ്പനായ യേശു അവനെ ചേർത്ത് പിടിക്കുക. ഹല്ലേലൂയ. മനുഷ്യരാകുന്ന നമ്മുടെ ഉള്ളത്തിൽ വരുന്ന പ്രകോപനങ്ങൾ, സ്തോത്രം, പണമെല്ലാം നഷ്ടപ്പെടുത്തി നമ്മുടെ ഒരു മകൻ കടന്നു വരുമ്പോൾ നമ്മ എന്തെങ്കിലും അവനോട് പ്രവർത്തിച്ചിരിക്കും. ഇന്ന് രാത്രിയിൽ ഒരു മടങ്ങി വരവ് ദൈവസന്നിധിയിൽ എത്ര പേര് ഒരുക്കപ്പെടും? സ്തോത്രം, ദുഷ്ടന്റെ പ്രലോഭനങ്ങളിലല്ല നാം അകപ്പെട്ടു പോകേണ്ടത്. ആ കർത്താവിന്റെ വചനത്തിലാണ് നാം നിലനിൽക്കേണ്ടത്. ഹല്ലേലൂയ. അവൻ മടങ്ങി വരുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം, ഉൽപ്പത്തി പുസ്തകത്തിൽ തുടക്കത്തിൽ തന്നെ വചനത്തിൽ നിന്ന് തെറ്റിയ ഒരു കുടുംബത്തിന്റെ അനുഭവമാണ് നാം വായിച്ചത്. ചെയ്യരുതെന്ന് പറഞ്ഞ പല സംഭവങ്ങളും അവൾ എടുത്തു ചെയ്തപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ തിക്താനുഭവങ്ങൾ, തേജസ്സിന്റെ വസ്ത്രം അവരിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വചനം പറയുന്നു, നമുക്ക് നമ്മുടെ വഴികളൊക്കെ ചൊവ്വായിട്ട് കാണുന്നു, എന്നാൽ ദൈവത്തിന്റെ കരം നമ്മുടെ ഹൃദയത്തെ തൂക്കുന്നു. ഇന്ന് രാത്രിയിൽ സമയം തീരുകയാണ്. സ്തോത്രം, നമ്മൾ ഇന്ന് കേട്ട ഈ വചനം നമ്മുടെ ഉള്ളത്തിലിരിക്കണം. സ്തോത്രം, പിശാചിന്റെ അപ്രവൃത്തികളോട് എതിരിട്ട് നിന്ന് അവന്റെ തന്ത്രങ്ങളെ കണ്ടറിഞ്ഞ് അതിന് അവന് വിജയം കൊടുക്കാതെ വണ്ണം ദൈവമക്കൾക്കായിരിക്കണം വിജയം. സ്തോത്രം, നിന്റെ തന്ത്രങ്ങൾ എൻ്റെ കുടുംബത്തെ വില പോകത്തില്ല. സ്തോത്രം, പലപ്പോഴും ചില സംസാരത്തിന്റെ ഇടർച്ചകളിൽ ചില 2-3 ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചകൾ വരുത്തുന്ന ആ പൈശാചിക മുഖം ഇനി മേലിൽ കുടുംബത്ത് കടക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം, അവൻ തന്ത്രശാലിയാണ്. ഉപായം പ്രയോഗിച്ച് ചതിച്ച ഒരു അനുഭവമാണ് തിരുവചനത്തിൽ പറയുന്നത്. ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളെയും ചതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് വളരെ ഭാരത്തോടുകൂടി വിളിച്ചു പറയുകയാണ്, ഇന്ന് രാത്രിയിൽ ഇടർച്ചകൾ വരുത്തുവാൻ ശ്രമിക്കുന്ന പൈശാചിക മുഖം ദൂരെ നിൽക്കട്ടെ, നീ ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. നാം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ നോക്കാതെ ദൈവസന്നിധിയിലൊന്ന് താഴ്ത്തിയിട്ട് കർത്താവ്, ഞാൻ കുറവുള്ളവനാണ്, എൻ്റെ കുറവങ്ങ് ക്ഷമിക്കണമേ. സ്തോത്രം, നമ്മുടെ നന്മകൾ എപ്പോഴും നല്ല പ്രവൃത്തികൾ എടുത്തു കാണിക്കാതെ ഞാൻ കുറവുള്ളവനാണ് കർത്താവേ. ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ സ്തോത്രം, നിന്റെ ശ്രേഷ്ഠത ദൈവസന്നിധിയിൽ വേണ്ട. സ്തോത്രം, പരീശൻ പറയുന്നു, ഞാൻ എല്ലാത്തിലും പതാരം കൊടുക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു. സ്തോത്രം, അവന്റെ പാപത്തിലിരുന്നപ്പോൾ സ്തോത്രം, ചുങ്കക്കാരൻ താഴത്തേക്കും അവന്റെ മുഖത്തേക്ക് പോലും നോക്കുവാൻ കഴിയാതെ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, കർത്താവ്, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നോട് കരുണ കാണിക്കണം. അവൻ നീതീകരിക്കപ്പെട്ട് കടന്നുപോയെന്ന ദൈവവചനത്തിൽ കാണുന്നുണ്ട്. വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഹല്ലേലൂയ. സ്തോത്രം. നല്ല കർത്താവേ, സ്വർഗത്തിലെ ദൈവം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വായിച്ച വാക്യത്തിനായി സ്തോത്രം. തന്ത്രങ്ങളെ പലതും അഴിച്ചുവിടുമ്പോൾ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവേ,
ആമേൻ. യേശു ഒരു പ്രാർത്ഥന പഠിപ്പിച്ചതായിട്ട് ഞങ്ങൾക്കറിയാം. ആമേൻ. സ്തോത്രം. പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം ഞങ്ങളെ കാക്കണമേ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഭക്ഷണം തരണം. ആമേൻ. സ്തോത്രം. ഞങ്ങളെ പരീക്ഷയിൽ അകപ്പെടാതെ വണ്ണം സൂക്ഷിക്കണമേ എന്നൊരു പ്രാർത്ഥന യേശു പഠിപ്പിച്ചതായിട്ടുണ്ട്. കർത്താവ് ഞങ്ങളുടെ കരത്തിൻ്റെ കീഴിൽ താഴ്ത്തുകയാണ്. തെറ്റിച്ചു കളയുന്ന ആമേൻ. ഭിന്നിപ്പിട്ട് പോരാടുന്ന പൈശാചിക നുഖങ്ങൾ ഭവനത്തിൻ്റെ അതിർത്തികൾ നിന്ന് അഴിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. അന്ധകാര നുഖശക്തികൾ തകർന്നു മാറട്ടെ. ദൈവകരത്തിൽ താഴ്ത്തുന്നു. വചനം കേട്ട ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിച്ചാട്ട് ആമേൻ. ദൈവത്തിൻ്റെ സന്തോഷം സ്വീകരിച്ച് മടങ്ങുവാൻ ദൈവം സഹായിക്കണമേ കർത്താവേ. ആമേൻ. ദൈവകരത്തിൽ താഴ്ത്തുകയാണ്. ആമേൻ. കുടുംബങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ ദൈവം സൂക്ഷിക്കണമേ, വിടുവിക്കണമേ കർത്താവേ. അസുഖങ്ങൾക്കെല്ലാം ഭേദം കൊടുത്ത് വിടുതലോടെ നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും സംസർഗം കൂട്ടായ്മയും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും യേശുക്രിസ്തുവിന്റെ മധ്യാകാശം വരെ കൂടെ ഇരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. സ്തോത്രം.